നമസ്കാരം. നമ്മുടെ പ്രിയങ്കരനായ സഖാവ് VS തൻ്റെ 101-ാം വയസ്സിൽ അന്ത്യനിദ്ര പ്രാപിച്ചു. അദ്ദേഹത്തെക്കുറിച്ച് പല വീഡിയോകൾ പലരും ചെയ്തതായി കണ്ടു. അതിൽ കൂടുതലും പോസിറ്റീവ് സ്വഭാവത്തോടു കൂടിയുള്ള വീഡിയോകളാണ്. അതിൽ വളരെ കുറച്ച് വീഡിയോകൾ മാത്രമാണ് നെഗറ്റീവ് വീഡിയോസ് വന്നിരിക്കുന്നത്. എങ്കിൽ ഈ ഒരു അവസരത്തിൽ പോസിറ്റീവ് വീഡിയോസിനെ കുറിച്ച് സംസാരിക്കുന്നതിനേക്കാൾ സംസാരിക്കേണ്ടത് നെഗറ്റീവ് വീഡിയോസിനെ കുറിച്ചാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു നെഗറ്റീവ് കമൻറ്റ് അല്ലെങ്കിൽ നെഗറ്റീവ് സൈഡ് ആ വീഡിയോയിലെല്ലാം പരാമർശിച്ചിരിക്കുന്നത് അദ്ദേഹം ഒരു വികസന വിരോധി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് കേരളത്തിൻ്റെ വികസന കാര്യങ്ങളിൽ അധികം ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ വളരെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനോ സാധിച്ചില്ല എന്നുള്ളതാണ്. അതൊരു പരിധിവരെ ശരിയായിരിക്കാം. പക്ഷേ VS എന്ന മനുഷ്യനെ നമ്മൾ നോക്കിക്കാണേണ്ടത് ആ ഒരു പെർസ്പെക്റ്റീവിലല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ജനിച്ചു വളർന്ന സാഹചര്യം, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം തുടങ്ങിയ സമയം, അന്നത്തെ കേരളത്തിൻ്റെ പശ്ചാത്തലം, കേരളത്തിൻ്റെ സാമൂഹിക, ജാതീയ, രാഷ്ട്രീയ, സാംസ്കാരിക പശ്ചാത്തലം വളരെ പ്രധാനപ്പെട്ടതാണ്. അന്നത്തെ കേരളമല്ല പിന്നീട് വർഷങ്ങൾക്ക് ശേഷമുള്ള കേരളം. അപ്പോൾ ഒരു വ്യക്തിയുടെ സ്വഭാവം അല്ലെങ്കിൽ ഐഡിയോളജി ഇതെല്ലാം രൂപപ്പെടുന്നത് അദ്ദേഹം ആരാണെങ്കിലും, അത് ഇപ്പം VS ആണെങ്കിലും ശരി, നമ്മൾ ഓരോരുത്തരാണെങ്കിലും ശരി, നമ്മൾ ജനിച്ച് വളർന്ന് നമ്മൾ ഫേസ് ചെയ്യുന്ന സിറ്റുവേഷനും അല്ലെങ്കിൽ ഇഷ്യൂസുമായിട്ട് വളരെയേറെ കണക്റ്റഡാണ്. അങ്ങനെ നോക്കുമ്പം അദ്ദേഹം അന്ന് അവിടെയുള്ള കർഷക തൊഴിലാളികളുടെയും മത്സ്യത്തൊഴിലാളികളുടെയും അതുപോലെ തന്നെ കയർ ഫാക്ടറി തൊഴിലാളികളുടെയും ഒക്കെ പ്രശ്നങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് കയറി വന്നത്. അത് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലും അദ്ദേഹത്തിൻ്റെ ഐഡിയോളജി രൂപീകരണത്തിലുമൊക്കെ വളരെ നിർണായകമായ ഒരു സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു വീക്ഷണത്തിൽ ഈ അന്നത്തെ സാമൂഹിക പശ്ചാത്തലത്തിൽ ജാതീയമായിട്ടുള്ള അധിക്ഷേപങ്ങൾ, അതുപോലെ തന്നെ മുതലാളിത്ത ചൂഷണം, ഇതെല്ലാം വളരെയധികം പ്രകടമായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഇവരെ എല്ലാവരെയും സംഘടിപ്പിക്കാനും ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിലേക്ക് പോകാനും അത് വളരെ ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുമൊക്കെ അദ്ദേഹം ശ്രമിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്തത്. ഇപ്പോൾ വികസനം എന്ന് പറയുന്നത് നമ്മൾ പിന്നീട് വന്ന ഗ്ലോബലൈസേഷൻ ഭാഗമായിട്ട് വന്ന ഈ അനിവാര്യമായ ഒരു മാറ്റമാണ്. അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തന രീതിയിൽ അദ്ദേഹം പല കാര്യങ്ങളും പഠിച്ച് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ പല പല പ്രതിബന്ധങ്ങളും പുറത്തുനിന്നല്ല പാർട്ടിയിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ടെന്നത് എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത്രയും ജനഹൃദയങ്ങളിലേക്ക് കയറി എന്ന് നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇപ്പം അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ച് കൂടുതൽ പേരും എല്ലാവരും പറയുന്നത് കർഷക തൊഴിലാളികൾ അല്ലെങ്കിൽ തൊഴിലാളി സമൂഹം അങ്ങനെ ആകണമെന്ന് നിർബന്ധമില്ല. അങ്ങനെയുള്ളവരും ഉണ്ടായിരുന്നു, അല്ലാത്തവരും ഉണ്ട്. അദ്ദേഹത്തിനെ കാണുന്നത് ഒരു മനുഷ്യസ്നേഹി എന്ന നിലയിലാണ് ഞാൻ കാണുന്നത്. മനുഷ്യസ്നേഹി എന്ന നിലയിൽ അദ്ദേഹം വളരെ അതുല്യനായ ഒരു വ്യക്തിത്വമാണ്. വികസനം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റും അതുമാത്രമല്ല വികസനം എന്ന് പറയുന്നത്. ഇപ്പം വികസിത രാജ്യങ്ങൾ, ഞാനിപ്പം നിലവിൽ ജീവിക്കുന്ന ഒരു യൂറോപ്യൻ കൺട്രിയിലാണ്. വികസനം എന്ന് പറയുന്നത് ശരിക്കും പ്രകൃതി മെയിൻറ്റെയിൻ ചെയ്യുക. ഇപ്പം എൻവിയോൺമെൻ്റൽ ഡെവലപ്മെൻറ്റ്
എന്താണ് എൻവയോൺമെൻറ്റൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ നാച്ചുറൽ റിസോഴ്സസിനെ, അതായത് ഇപ്പം നദിയാകട്ടെ, അല്ലെങ്കിൽ കുന്നുകളാകട്ടെ, അല്ലെങ്കിൽ ഗ്രീനറീസ് ആകട്ടെ, ഇതിനെയെല്ലാം എന്താ പറയുക, നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകണം. അതാണ് എൻവയോൺമെൻറ്റൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിൽ VS വളരെ ശക്തമായ നിലപാടുകളാണ്. കേരളത്തിലെ ഏത് രാഷ്ട്രീയക്കാരനെ എടുക്കുന്നതിനേക്കാളും ഒരു പടി മുന്നിലാണ് അദ്ദേഹത്തിൻ്റെ ആ കാര്യങ്ങളിലുള്ള വീക്ഷണങ്ങളും ആ കാര്യങ്ങളിൽ അദ്ദേഹം എടുത്ത പല പല നടപടികളും. അത് എല്ലാവർക്കും അറിയാം. അപ്പം അങ്ങനെ നോക്കുമ്പം ഈ വികസനം എന്ന് പറയുന്നതിലേക്ക് അദ്ദേഹം വന്നിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അത് ഇപ്പം നമ്മുടെ റീസെൻ്റായിട്ട് സംഭവിച്ച പല പല പ്രളയങ്ങളും നമ്മുടെ സംസ്ഥാനം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ദുരിതങ്ങളുമൊക്കെ വേറൊരു തരത്തിൽ ചിന്തിച്ചു വെച്ചാൽ, അന്ന് VS പറഞ്ഞ പോലെ മൂന്നാറിലുള്ള കയ്യേറ്റങ്ങളും അത് അദ്ദേഹം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അത് ഹൈലൈറ്റ് ചെയ്തതാണ്. അന്ന് അദ്ദേഹത്തിനൊരു ഫുൾ ഹാൻഡ് അവിടെ കിട്ടിയിരുന്നുവെങ്കിൽ, പാർട്ടിയുടെ സൈഡിൽ നിന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, കിട്ടിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആ മിഷൻ സക്സസ്ഫുൾ ആകുകയും നമ്മളുടെ സംസ്ഥാനം ഇത്രയും വലിയ പ്രളയക്കെടുതിയിലേക്ക് പോകത്തില്ലായിരുന്നു വേണം അനുമാനിക്കാൻ. അപ്പം അതുകൊണ്ട് അദ്ദേഹം ഓരോരുത്തരുടെയും വീക്ഷണങ്ങളിലാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. വികസനം ഏത് രീതിയിലാണ് വികസനം നമ്മൾ ഉദ്ദേശിക്കുന്നത്, അവിടെയാണ് പ്രശ്നം. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് മാത്രമാണ് നമ്മൾ ഒരു വികസനമായിട്ട് കാണുന്നുവെങ്കിൽ ഒരുപക്ഷെ VS വികസനത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് അത്ര മുന്നോട്ട് പോകാൻ സാഹചര്യമില്ല. പക്ഷേ വികസനം എന്ന് പറയുന്നത് അത് മാത്രമല്ല, അതോടൊപ്പം തന്നെ വികസനം എന്ന് പറഞ്ഞാൽ അതോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി. അപ്പോൾ അങ്ങനെ നോക്കുമ്പം അദ്ദേഹം എടുത്ത നിലപാടുകൾ വളരെ വികസനോന്മുഖമായിരുന്നു. അതിന് അദ്ദേഹത്തിന് വേണ്ട സപ്പോർട്ട് കിട്ടിയില്ല. അവിടെയാണ് അത് VSൻ്റെ പരാജയം, അല്ലെങ്കിൽ VSൻ്റെ ഒരു എന്താ പറയുക ഡ്രോബാക്ക് അല്ല, മറിച്ച് നമ്മുടെ പരാജയമാണ്, നമ്മുടെ സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ പാർട്ടിയുടെ പരാജയമാണെന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു. താങ്ക് യു.